മലയാള കഥയുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ വിട പറഞ്ഞിട്ട് ഇന്ന് 31 വർഷം. മലയാളികൾ മാത്രമല്ല, വിവിധ ഭാഷക്കാരും ദേശക്കാരും അടക്കം അണ്ടകടാഹമാകെ ചേർത്ത് പിടിക്കുന്നുണ്ട് ബഷീറിനെയും അദ്ദേഹത്തിന്റെ കഥകളെയും. അനുഭവതീഷ്ണമായ ബാല്യകൗമാര യൗവനങ്ങളാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന സാഹിത്യകാരനെ രൂപപ്പെടുത്തിയത്. ബഷീർ ജീവിതാനുഭവങ്ങളെ എഴുത്തിലേക്ക് പറിച്ചു നടുമ്പോൾ അത് ചോരയൊലിക്കുന്ന അനുഭവമായും ഭാഷയ്ക്കുള്ളിൽ പുതിയൊരു ഭാഷ സൃഷ്ടിക്കലുമാകുന്നു. അലഞ്ഞുതിരിഞ്ഞ നാടുകൾ, കണ്ട കാഴ്ചകൾ, ജീവിച്ച ജീവിതങ്ങൾ, ബന്ധപ്പെട്ട മനുഷ്യരെല്ലാം ബഷീർ എന്ന എഴുത്തുകാരനെ പരുവപ്പെടുത്തുകയായിരുന്നു. വൈക്കത്തിൻ്റെ സ്വച്ഛതകളിൽ നിന്ന് അസ്വസ്ഥതകളുടെ ദേശാന്തര യാത്രകൾ രൂപപ്പെടുത്തിയ വിശാല മാനവികതയിലൂടെ പിറന്ന എത്രയെത്ര കഥകളാണ് ബേപ്പൂർ സുൽത്താൻ്റേത്. ഭൂമിയുടെ അവകാശികൾ ആരെന്ന ചോദ്യത്തിന് കഥയിലൂടെ ഉത്തരം നൽകാൻ ബഷീറിന് കഴിഞ്ഞത് ഈ വിശാല മാനവിക കാഴ്ചപ്പാടിലൂടെയാണ്. ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ കഴിയാത്ത ബഷീർ രചനയുടെ രസക്കൂട്ട് രുചിച്ചറിയുന്നതുകൊണ്ടാണ് പാത്തുമ്മയുടെ ആടിനെയും ഉപ്പുപ്പാൻ്റെ ആനയെയും പൊൻകുരിശ് തോമയെയും ആനവാരി രാമൻ നായരെയും മലയാളി ഇന്നും ആർത്തിയോടെ ചേർത്ത് പിടിക്കുന്നത്. മജീദിൻ്റെയും സുഹറയുടെയും പ്രേമം പോലൊരു പ്രേമം മലയാളി അന്ന് വരെ വായിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു. പ്രണയത്തിന്, ജീവിതത്തിന് എല്ലാമുള്ള ഒരു ബഷീറിയൻ ടച്ച് തിരിച്ചറിയുമ്പോൾ മലയാളത്തിന് എന്ത് തെളിച്ചമെന്ന് നാം വീണ്ടും വീണ്ടും പറഞ്ഞു പോകുന്നു. അതുകൊണ്ടാണ് MN വിജയൻ ഒരിക്കൽ പറഞ്ഞത്, കാടായിത്തീർന്ന ഒറ്റമരമാണ് ബഷീർ എന്ന്. അതെ, മലയാള സാഹിത്യത്തിലെ ഒറ്റമരക്കാട് തന്നെയായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. അനുഭവങ്ങളെ ഇത്രമേൽ വാറ്റിക്കുടിച്ച മറ്റൊരു സാഹിത്യകാരനും മലയാളത്തിൽ ഇല്ല തന്നെ. എഴുത്തിന് ചില സാമൂഹിക ധർമ്മങ്ങൾ നിർവഹിക്കാനുണ്ടെന്നും ലൈംഗിക ന്യൂനപക്ഷങ്ങളെയും എന്തിന് ഉറുമ്പിനെ പോലും പരിഗണിക്കപ്പെടേണ്ടതാണ് എഴുത്തെന്നും ജീവിച്ചിരുന്ന കാലമത്രയും ബഷീർ തെളിയിച്ചുകൊണ്ടേയിരുന്നു. ഒന്നും ഇമ്മിണി ബല്യ ഒന്ന് എന്ന കണക്ക് തെറ്റിച്ച് ബഷീർ കണ്ടെത്തിയ ജീവിതത്തിൻ്റെ സൂത്രവാക്യങ്ങൾ ഇന്നും ഭൂരിപക്ഷ സാഹിത്യകാരന്മാർക്കും പിടികിട്ടിയിട്ടില്ല. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം പലപ്പോഴും നമ്മുടെ പരിസരങ്ങളിൽ പുനരവതരിക്കുന്നതും ധിഷണയുടെ ക്രാന്തദർശിത്വം തന്നെ. എഴുത്തോ നിന്റെ കഴുത്തോ എന്ന് സമകാലിക ഫാസിസ്റ്റ് ഭരണകൂടം ഭീഷണി മുഴക്കുന്ന ഈ കാലത്ത് വീണ്ടും വീണ്ടും ബഷീറിനെ വായിക്കുക എന്നുള്ളതാണ് പ്രതിരോധം തീർക്കാനുള്ള പല വഴികളിൽ ഒന്ന് എന്ന് നാം തിരിച്ചറിയുന്നു. രണ്ട് പുഴകളെ വലിയ പുഴയാക്കി ഒന്നിപ്പിച്ച സമവാക്യം പല തുരുത്തിൽ വേർപിരിയുന്ന ബെടക്ക് ലോകത്തിന് ഹൃദയപക്ഷ നിലപാടുകാരൻ്റെ സൗന്ദര്യ സന്ദേശം കൂടിയാണ്. കൾച്ചറൽ ഡെസ്ക്, കേരളി ന്യൂസ്.